നമ്മളെല്ലാം ആഫ്രിക്കയിൽ നിന്ന് വരുന്നു. നമ്മൾ എന്ത് ജാതി മതം ഭാഷയൊക്കെ എങ്ങായാലും നമ്മൾ എസെൻഷ്യലി ഒരു സെറ്റ് ഓഫ് ജീൻസ് ആണ്, ഒരു ജീൻ പൂളാണ് മനുഷ്യൻ, ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ്. നമുക്ക് അങ്ങനെ ഒരു ബോധ്യമുണ്ട്. അതാണ് മാനവികത എന്ന് പറയുന്നത്. മനുഷ്യനാണെന്നുള്ള ബോധ്യം, എല്ലാവരും മനുഷ്യരാണെന്നുള്ള തിരിച്ചറിവ്. എല്ലാവരും മനുഷ്യരാണെന്ന് ബോധം ഇയാൾക്കുണ്ടായത് എന്നു മുതലാണ്? എല്ലാവരും ആഫ്രിക്കയിൽ നിന്ന് വന്നവരാണെന്നും മനുഷ്യരാണെന്നും ഇയാൾക്കെത്ര ഉറപ്പുണ്ടെങ്കിൽ, എന്നാണ് മനുഷ്യരാദ്യമായി ഉത്ഭവിച്ചതെന്നും ഏതു ജീവജാതിയിൽ നിന്നാണ് ആ ഉത്ഭവമെന്നും പറയാൻ ഇയാൾക്ക് എന്താണ് ഇത്ര പ്രയാസം? എല്ലാത്തിൻ്റെയും കൃത്യകണക്കും ലൊക്കേഷനുമൊക്കെ വലിയ വായിൽ വിളിച്ചു പറയുമെങ്കിലും ഏതിൽ നിന്നാണ് മനുഷ്യൻ ആദ്യം ഉണ്ടായതെന്ന് ചോദിച്ചാൽ ആകെ കൂടി ഒന്ന് കണ്ണുരുട്ടി ചോദിച്ചാൽ വിക്കി ഏതോ ഒരു പുതുപൂർവികന്റെ കഥയങ്ങ് പറഞ്ഞു തുടങ്ങും. എന്നിട്ട് നാട്ടിലുള്ള അത്യാവശ്യം കുലീനരാണെന്ന് തോന്നിക്കുന്ന മാന്യന്മാരെയൊക്കെ ചൂണ്ടി ഇയാളാണ് എൻ്റെ തന്ത, വലിയ തന്ത, ഇയാളെൻ്റെ അമ്മാവനാണ്, കസിനാണ് എന്നൊക്കെ നാട് നീളെ പറഞ്ഞു നടന്ന് അവരെയൊക്കെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത്രയധികം കാലം കഴിഞ്ഞിട്ടും നമ്മളെല്ലാവരും ഇപ്പോഴും മനുഷ്യർ തന്നെയാണെന്ന് ഇയാൾ യവലേശം സംശയമില്ലാതെ പറയുന്നു. ഇത്രയും കാലമായിട്ടും ജനിതകമായി നമ്മളൊന്നും മാറിയിട്ടില്ലെന്നും ക്രമേണ മനുഷ്യരല്ലാതായി തീർന്നിട്ടില്ലെന്നും ആണെങ്കിൽ നാളെ മനുഷ്യൻ എങ്ങനെ ജനിതകമായി വ്യത്യസ്തമായ മറ്റൊരു ജീവിയായി മാറും എന്നാണ് ഇയാൾ കരുതുന്നത്. പെട്ടെന്നുള്ള വർദ്ധിച്ച ജനിതക വ്യത്യാസം അഥവാ സോൾട്ടേഷൻ മ്യൂട്ടേഷൻ ശാസ്ത്രത്തിലും പരിണാമ സിദ്ധാന്തത്തിലും അനുവദനീയമാണെന്ന് ഇയാൾ കരുതുന്നുണ്ടോ? ഇത് മനുഷ്യന്റെ മാത്രമൊരു കാര്യമല്ലെന്നും എല്ലാ ജീവജാതികളുടെ കാര്യത്തിലും ഇത് ബാധകമാണെന്നും ഇയാൾക്ക് മനസ്സിലായിട്ടില്ലെന്നുണ്ടോ? ഓരോ തലമുറയിലും ജനിതക വസ്തുക്കളിൽ ക്വാണ്ടിറ്റേറ്റീവായി വ്യത്യാസങ്ങൾ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നില്ലെന്നാണെങ്കിൽ ഒരു ജീവജാതിയിൽ നിന്ന് മറ്റൊരു ജീവജാതി ഉത്ഭവിക്കുമെന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പോഴും എല്ലാവരും മനുഷ്യരാണെന്നും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായതായി പറയപ്പെടുന്ന ജീവജാതികളൊക്കെയും അതേ ജീവജാതികളായി അതേ ജനിതക അളവോടെ തന്നെ ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നുമാണെങ്കിൽ പരിണാമ സിദ്ധാന്തം തെറ്റാണെന്ന് പറയാൻ ഇയാൾക്ക് എന്താണ് ഇത്ര വിമ്മിഷ്ടം? ഇയാളിങ്ങനെ വാലും തലയുമില്ലാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിലും ഇയാളുടെ അനുയായികൾ കഴിഞ്ഞ വർഷം ബ്രെയിൻ സർജറി ചെയ്ത് കണ്ടെത്തിയത് എന്താണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയില്ലേ? പരിണാമവാദികളൊക്കെ ആൾക്കുരങ്ങുകളാണെന്നാണല്ലോ കണ്ടെത്തിയിരുന്നത്. ആകെ മൊത്തം ഒരു കൺഫ്യൂഷൻ. ഇവരിൽ ആരെ വിശ്വസിക്കണം? പരിണാമ സിദ്ധാന്തത്തിൽ തെറ്റുണ്ടെന്ന് ആരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴേക്കു തന്നെ അത് സൃഷ്ടിവാദമാണെന്ന് പറയുന്നത് ഇയാൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ച വിവരമാണ്? തങ്ങളുടേത് മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് വ്യത്യസ്ത മതവിശ്വാസികൾ അവരുടെ നിലവിലുള്ള ഗ്രന്ഥങ്ങളിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നതുപോലെ പരിണാമവാദികളും അവരുടെ ഗ്രന്ഥങ്ങളിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്നു. അത് ശരിയാണെന്ന് കരുതുന്നുണ്ടോ? ഇവരൊക്കെ കൊച്ചുകുട്ടികളിൽ സയന്റിഫിക് ടെമ്പർ ഉണ്ടാക്കി കൊടുക്കാൻ നടക്കുന്നവരാണത്രേ. എന്തുതരം സയന്റിഫിക് ടെമ്പറാണ് ഇവരൊക്കെ കൊച്ചുകുട്ടികളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? നിലവിലുള്ള മതവിശ്വാസങ്ങളെല്ലാം തന്നെ തെറ്റാണെന്ന് പഠിപ്പിക്കുന്നതിന് ഞാൻ എതിരല്ല. വ്യത്യസ്ത മതവിശ്വാസങ്ങളും വ്യത്യസ്ത ദൈവങ്ങളും ഉണ്ട് എന്നത് തന്നെയാണ് എല്ലാ മതവിശ്വാസങ്ങളും തെറ്റാണെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. പക്ഷേ മതവിശ്വാസങ്ങൾ തെറ്റാണെന്ന് പഠിപ്പിക്കുമ്പോൾ തന്നെ മറ്റൊരു കൂട്ടം വിശ്വാസികളെ സൃഷ്ടിച്ച് മതസ്പർദ്ധ വർദ്ധിപ്പിക്കുകയാണ് ഈ നിരീക്ഷര പരിണാമവിശ്വാസി കൂട്ടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തങ്ങളൊക്കെ എല്ലാം അറിയുന്നവരാണെന്ന് അഹന്ത ഒഴിവാക്കി പരിണാമവാദികൾ എല്ലാവരും മനുഷ്യന്റെ ഉത്ഭവം എന്ന ഗ്രന്ഥം വായിക്കണം. പ്രത്യേകിച്ചും ഈ രവിചന്ദ്രൻ സി അത് വായിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇയാൾ തൻ്റെ വാചാടോപം കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യരുടെ ചിന്താശക്തിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്രന്ഥം ഒലിവ് ബുക്സിൽ ലഭ്യമാണ്. വായിച്ചതിന് ശേഷം സെൻസിബിളായ ചോദ്യങ്ങളുമായി ആർക്കും വരാം, രവിചന്ദ്രൻ സിക്കും വരാം. ഈ പോസ്റ്റിൽ അടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ ലിറ്റ്മസ് വേദിയിലേക്കുള്ളതാണ്. കഴിഞ്ഞ ലിറ്റ്മസിൽ കുറച്ചധികം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എല്ലാം കൂടെ താങ്ങാൻ കഴിവുള്ള ഒരുത്തനെയും കണ്ടില്ല. അതുകൊണ്ട് ഈ ലിറ്റ്മസിലേക്കുള്ള ചോദ്യങ്ങൾ പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലത്തെ പോലെ ആകരുത്. ഇപ്രാവശ്യം ഇതിനെങ്കിലും മാന്യമായ മറുപടി പ്രതീക്ഷിക്കുന്നു. എല്ലാ ഹനീസിക്കുമാരും അവരവരുടെ ലാലേട്ടന്മാരുടെ പ്രത്യേക ശ്രദ്ധയിൽ ഇത് കൊണ്ടുവരാൻ ശ്രമിക്കണം. എന്തുകൊണ്ടോ ലാലേട്ടന്മാരൊക്കെ കഴിഞ്ഞ ലിറ്റ്മസിന് ശേഷം ഒളിവിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ കണ്ടെത്താൻ ശ്രമിക്കുക. അവരെന്ത് ഉത്തരങ്ങൾ തന്നാലും നിങ്ങൾക്കൊക്കെ ഞെളിഞ്ഞു നടക്കാമല്ലോ. അഭിവാദ്യങ്ങൾ.